സിക്സ്ത് സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 26 പ്രവൃത്തി പരിചയമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ഇതുപോലൊരു കോളമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കോളത്തിലെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ ഭാഗങ്ങളാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഹിന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത്, ഭിന്നസംഖ്യയായിട്ട് തരുന്നത് 2/3 ആണ്. അതിനെ 4 കൊണ്ട് ഗുണിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അംശത്തിനെയും ഛേദത്തിനെയും ഗുണിച്ച് ഇവിടെ എഴുതണം. ആദ്യമായി ഗുണിക്കേണ്ടത് 4 × 2, അത് 8 എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി 4 കൊണ്ട് ഡിനോമിനേറ്ററിനെ, അതായത് ഛേദത്തിനെയാണ് ഗുണിക്കേണ്ടത്. 4 × 3, ആൻസർ കിട്ടുന്നത് 12. അങ്ങനെയാണെങ്കിൽ 2/3ന്റെ മറ്റൊരു രൂപം, മറ്റൊരു ഫോം കിട്ടുന്നത് 8/12 ആയിരിക്കും. അടുത്ത ഫ്രാക്ഷൻ തന്നിരിക്കുന്നത് 2/3 തന്നെയാണ്. പക്ഷേ ഇവിടെ മൾട്ടിപ്ലർ ആയിട്ട് തന്നിരിക്കുന്നത് 6 ആണ്. അതായത് അംശത്തിനെയും ഛേദത്തിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. 6 × 2 വരുന്നത് 12 ആയിരിക്കും. പിന്നെ ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിന്റെ കളിയിൽ 6 × 3 18 ആയിരിക്കും ഉത്തരം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അനദർ ഫോമായിട്ട് എഴുതുമ്പോൾ 2/3 = 12/18 എന്ന് കിട്ടും. അടുത്ത കോളത്തിൽ ഒരു ഭിന്നസംഖ്യ, അതായത് ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, 3/4. മൾട്ടിപ്ലയർ തന്നിട്ടില്ല, ന്യൂമറേറ്റർ തന്നിട്ടില്ല, കിട്ടിയിട്ടുള്ള ഡിനോമിനേറ്റർ മാത്രമാണ്, അതായത് 12. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലയർ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഡിനോമിനേറ്റർ അഥവാ ഛേദം 12 കിട്ടുന്നത് 3/4ന്റെ ഛേദമായ 4നെ ഒരു മൾട്ടിപ്ലയർ കൊണ്ട്, ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ്. അപ്പോൾ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 12 കിട്ടിയത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. വളരെ സിമ്പിളാണ്. 4 × 3 12. 12 എന്നത് ഒരു ചെറിയ സംഖ്യ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് 4 × 3 12 എന്ന് കിട്ടിയത്. 12ന്റെ സ്ഥാനത്ത് വലിയൊരു സംഖ്യ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഗുണിച്ച് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇതിന്റെ ഉത്തരം കിട്ടാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ഡിനോമിനേറ്ററായ 12നെ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്ററായ 4 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. 12നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 3 ആണ്. ഗുണിക്കേണ്ട സംഖ്യ അഥവാ മൾട്ടിപ്ലയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അത് 3 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ കാണാൻ 3 × 3 9 എന്ന് കിട്ടും. 3/4ന്റെ മറ്റൊരു രൂപമായിട്ട് വരുന്നത് 9/12 ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ന്യൂമറേറ്റർ ആണ്. മുൻപ് ഡിനോമിനേറ്റർ തന്നപ്പോൾ, അതായത് ഛേദം തന്നപ്പോൾ, ഛേദത്തെ ഛേദം കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് ഗുണിക്കുന്ന സംഖ്യ കിട്ടിയത്. അപ്പോൾ ഇവിടെ കിട്ടിയത് 12 ആണ് ന്യൂമറേറ്റർ. അപ്പൊ ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അതായത് 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻസർ കിട്ടുന്നത് 4. അടുത്തായിട്ട് നമുക്ക് കാണേണ്ടത് ഛേദമാണ്. ഛേദം കാണാൻ വേണ്ടി 4 × 4 ആണ് ചെയ്യേണ്ടത്. 16 കിട്ടും. അപ്പോൾ 3/4ന്റെ ഫോമായിട്ട് നമുക്ക് എഴുതേണ്ടത് 3/4 = 12/16. ഈ പ്രവൃത്തി പരിചയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കേണ്ട. പേജ് നമ്പർ 28 പ്രവൃത്തി പരിചയമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് നമുക്ക് എഴുതേണ്ടത്. 32/64. ഇതിന്റെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ, അതായത് ഏറ്റവും ചെറിയ രൂപമാണ്, ഭിന്നസംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 32നെയും 64നെയും കോമൺ ആയ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏത് സംഖ്യയാണെന്ന് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. 32ന്റെ ഒറ്റയുടെ സ്ഥാനവും 64ന്റെ ഒറ്റയുടെ സ്ഥാനവും അത് ഇരട്ട സംഖ്യയായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 16 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 16 × 2 എന്ന് പറയുന്നത് 32 ആണ്. അംശത്തെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേപോലെ ഛേദത്തെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യകൾ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 64നെ ഡിവൈഡ് ചെയ്താൽ 32 ആണ് കിട്ടുന്നത്. 32 × 2 എന്ന് പറയുന്നത് 64 ആണ്. 16നെയും 32നെയും വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. കാരണം 2ന്റെ ഗുണിതമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് 8/16 എന്ന് കിട്ടി. വീണ്ടും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ ഡിവൈഡ് ചെയ്താൽ 4, 16നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായില്ലേ? 4 × 2 8 ആണ്. അതേപോലെ തന്നെ 8 × 2 16 ആണ്. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. വീണ്ടും 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്, 1/2. ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. സാധാരണ രീതിയിൽ 64 ഹരിക്കണം 32 എന്നായിരുന്നു കാണുക, അല്ലെ? പക്ഷെ ഇതുപോലെ ചെയ്ത് പരിശീലിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു കാര്യം, ഇവിടെ 2 കൊണ്ട് തന്നെ മുകളിലും താഴെയുമായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നില്ല. നമുക്കറിയാം 32 × 2 എന്ന് പറഞ്ഞാൽ 64 ആണ്. അങ്ങനെയെങ്കിൽ അംശത്തെയും ഛേദത്തെയും 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 27/81 എന്നാണ്. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മുകളിലും താഴെയുമായി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. കാരണം 27 എന്നതും 81 എന്നതും 2ന്റെ ഗുണിതമല്ല. പിന്നെ ഇത് ചെയ്യാൻ കഴിയുന്നത് 3 കൊണ്ടാണ്. കാരണം രണ്ടും 3ന്റെ ഗുണിതങ്ങളാണ്. പക്ഷെ ഒന്നുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാം.
കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും 9ന്റെ ഗുണിതം അറിയാം. 9 ഇൻറ്റു 3 ഈക്വൽ ടു 27 9 ഇൻറ്റു 9 81 അങ്ങനെയാണെങ്കിൽ മുകളിലും താഴെയുമായി 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3/9 എന്ന് കിട്ടും. ഇനി എന്താണ് 3നെയും 9നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ 3നെ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, 9നെ ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. അപ്പോൾ ആൻസർ ലഭിക്കുന്നത് 1/3 ആണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 30 ഡിവൈഡഡ് ബൈ 45 ആണ്. ഇതിനെ രണ്ട് തരത്തിൽ ചെയ്യാൻ കഴിയും. ഫസ്റ്റില് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതായത് 10 ഇൻറ്റു 3 ഈക്വൽ ടു 30 15 ഇൻറ്റു 3 എന്ന് പറയുന്നത് 45 പിന്നെ ഒന്ന് 5 കൊണ്ടാണ് ചെയ്യാൻ കഴിയുന്നത്. 6 ഇൻറ്റു 5 30 9 ഇൻറ്റു 5 45 അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് 5 കൊണ്ടാണ്. മുകളിൽ 6ഉം താഴെ 9ഉം കിട്ടും. മുകളിലും താഴെയുമായി വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 2/3 എന്ന് കിട്ടും. അതായിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 12/21 12 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 21 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 3 അപ്പോൾ 4/7 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 45 ഡിവൈഡഡ് ബൈ 54 രണ്ടിനെയും 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആൻസർ 5/6 എന്ന് കിട്ടും. എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. കൂട്ടുകാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമായ ഗുണന പട്ടിക പഠിച്ചു വയ്ക്കുക. ഇതിന്റെ ബാക്കി പാഠഭാഗവുമായി വീണ്ടും കാണാം. ബൈ.